ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയൊന്നും നമുക്ക് നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നതിൽ അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദ ബോയ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബനിയൻ ട്രീ ആൻഡ് ദ സ്ക്വറൽ ആണ്. അപ്പൊ അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സീൻ എന്തായിരുന്നു? ദ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് ആണ്. അതാണ് പറഞ്ഞു വെച്ചിരുന്നത്. ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. നമുക്ക് നോക്കാം കേട്ടോ. Then hissing defines his forked tongue darting in and out. ആ പാമ്പിന്റെ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുന്നത് കേട്ടോ. പാമ്പ് എന്ത് ചെയ്യാണ്? ഒരു ശീൽക്കാരത്തോടെ കേട്ടോ. പാമ്പ് ഒരു ശീൽക്കാരത്തോടെ എന്ത് ചെയ്തു? വെല്ലുവിളിയുടെ ശീൽക്കാരത്തോടെ ഫോർക്ഡ് ടങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മീൻസ് രണ്ടായി പിരിഞ്ഞ നാവ് അകത്തേക്കും പുറത്തേക്കും വായിച്ചു. ദ കോബ്ര റേസ്ഡ് 3 of his 6 feet. 6 അടി നീളമുള്ള തന്റെ ശരീരത്തിൽ നിന്ന് ഒരു 3 അടിയോളം ഏകദേശം ഉയർത്തി. റേസ്ഡ് 3 of 6 feet from the ground. Then and spread his broad. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ പത്തി ഇങ്ങനെ അങ്ങ് വിടർത്തി. സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് കണ്ണട അടയാളമുള്ള പത്തി. സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്ന് പറഞ്ഞാൽ ഹുഡ് ഹാവിംഗ് ദ മാർക്ക് ഓഫ് എ പെയർ ഓഫ് സ്പെക്ടാക്കിൾസ്. കണ്ണടയുടെ അടയാളമുള്ള 2 വളയങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള ഒരു അത് പത്തിയുടെ ഭാഗം അതിങ്ങനെ ഉയർത്തി. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസും വിട്ടുകൊടുത്തില്ല. മംഗൂസ് എന്ത് ചെയ്തു? തന്റെ വാൽ അങ്ങ് വിടർത്തി. ആ സമയത്ത് ബുഷ്ഡ്. ദ ലോങ് ഹെയർ ഓഫ് ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അപ്പൊ അവന്റെ മുതുകില് നിറയെ എന്തുണ്ട്? രോമങ്ങളുണ്ട്. അപ്പൊ അത് രോമങ്ങൾ ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ്. ഈ രോമങ്ങൾ കൊണ്ട് അവന് ഒരുപാട് ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം. അതെ, അവനെ പലതവണ രക്ഷിച്ചിട്ടുണ്ട്. ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് മാരകമായേക്കാവുന്ന ആ ദംശനങ്ങളിൽ നിന്നൊക്കെ അവനെ സംരക്ഷിച്ചത് എന്തായിരുന്നു? അവന്റെ ആ മുതുകിലുള്ള ആ രോമാവൃതമായ ആ ഒരു ബോഡി തന്നെയാണ്. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ പലപ്പോഴും മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഫാറ്റൽ അതിമാരകമായിട്ടുള്ള ബൈറ്റ്. Though the combatants were unaware of my presence in the banyan tree. ഈ പോരാളികളെ were unaware അറിഞ്ഞിരുന്നില്ല ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ ഞാൻ അവിടെ മുകളിൽ ഇരിക്കുന്ന കാര്യം ഇവർ അറിഞ്ഞില്ല. ദേ സൂൺ ബിക്കേം അവെയർ ഓഫ് ദി അറൈവൽ. ഇവർ പിന്നെ ഒരു കാര്യം അറിഞ്ഞു കേട്ടോ. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. സൂൺ ബിക്കേം അവെയർ ഓഫ് ദി അറൈവൽ. എത്തിച്ചേർന്നു. ആരാണ്? ഓഫ് 2 other spectators. 2 കാണികള് അവിടെ വേറെയും വന്നിരുന്നു. ഞാൻ മുകളിൽ ഇരിപ്പുണ്ട്, എന്നെ കൂടാതെ 2 പേരും കൂടി അങ്ങോട്ടേക്ക് വന്നു. വൺ വാസ് മൈന, ഒന്ന് മൈന. ആൻഡ് അതർ ഒരാളും കൂടി വന്നു കേട്ടോ. അതാരാണ്? ജംഗിൾ ക്രോ. ഫൈറ്റ് സീൻ ലൈവായി കാണാൻ വേണ്ടി ഇപ്പൊ ശരിക്കും എത്ര പേരുണ്ട്? 3 പേരുണ്ട്. നോട്ട് ദ വില്ലി അർബൻ ക്രോ. ഇതെങ്ങനെയുള്ള കാക്കയാണെന്ന് അറിയാമോ? പട്ടണത്തിലുള്ള കാക്കയെ പോലെ സൂത്രശാലി ഒന്നും അല്ല കേട്ടോ. കണ്ണിങ് ആണ്. വില്ലി മീൻസ് കണ്ണിങ് ആണ്. കണ്ണിങ് മീൻസ് സൂത്രശാലിയായ കാക്കയല്ല. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ. അവർ കണ്ടിരുന്നു. എന്താ കണ്ടിരുന്നത്? യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടിരുന്നു. ആരൊക്കെയാണ് കണ്ടത്? നമ്മുടെ മൈനയും കാക്കയും. ഹാഡ് സെറ്റിൽഡ് ഓൺ ദി കാക്ടസ്. അവർ സീറ്റും പിടിച്ചു കേട്ടോ. എവിടെയാണ്? അവർ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് കേട്ടോ. പള്ളിമുൾ ചെടിയിലാണ് ഗാലറി. ടു വാച്ച് ദ ഔട്ട്കം. റിസൾട്ട് എങ്ങനെയായിരിക്കും? ആര് ജയിക്കും ആര് തോക്കും ഇങ്ങനെ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാഡ് ദിസ് ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. 2 പേരുടെയും ആ ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് എങ്ങനെ അവസാനിക്കും എന്നങ്ങനെ അവരെ നോക്കി ഇരിക്കുകയാണ്. ഫലം അറിയാൻ വേണ്ടി അവരങ്ങനെ ഇരിപ്പുറപ്പിച്ചു. കോബ്ര സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ്. കോബ്ര ശരിക്കും പ്രതിരോധത്തിലായിരുന്നു. സെയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ഇരുവശങ്ങളിലേക്കും മെല്ലെ ആടിക്കൊണ്ടിരുന്നു. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. മംഗൂസിനെ ഒന്ന് മയക്കുക. അതായത് മംഗൂസിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മെസ്മറൈസ് മീൻസ് ഹിപ്നോട്ടൈസ് എന്നാണ്. മയക്കുക അല്ലെങ്കിൽ ഒന്ന് വശീകരിക്കുന്നതിന് വേണ്ടിക്കാന്നൊക്കെ പറയാം. അതായത് ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാണ് മംഗൂസിനെ. മംഗൂസ് കടിക്കാൻ ചെല്ലുമ്പോ ആ ഭാഗത്ത് നേരെ ഇപ്പുറത്തേക്ക് കേട്ടോ. ഇൻടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. തെറ്റായ രീതിയിൽ മംഗൂസിന് ശരിക്കും ഒന്ന് ആക്രമിക്കാൻ കഴിയുന്നില്ല. കാരണം 2 സൈഡിലേക്കും പാമ്പ് ആടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണന്റ് ഗ്ലാസി. തന്റെ എതിരാളിയുടെ പവർ എത്രമാത്രം ഉണ്ട് എന്ന് മംഗൂസിന് നന്നായി അറിയാം കേട്ടോ. അതായത് മായാവലയത്തിലാണ് നമ്മുടെ മംഗൂസ് ഇപ്പൊ നിലവിലുള്ളത്. ദെൻ കീരിക്കറിയാം തന്റെ ആ എതിരാളിയുടെ ആ ഒരു ശക്തി എത്രമാത്രം ഉണ്ടെന്ന് കേട്ടോ. ദെൻ അൺവിങ്കിങ് ഐസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മീൻസ് എന്താണ്? ഇമ ചിമ്മാത്ത കേട്ടോ. അതായത് കണ്ണുകൾ അടയ്ക്കാതെ ഉള്ള
ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. അതുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കാനേ പോയില്ല. ആ ഇമ ആ കണ്ണുകളുടെ ശക്തി എന്ന് പറയുന്നത് നന്നായിട്ട് കീരിക്ക് അറിയാം. പാമ്പിന്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം. Then next paragraph നോക്കാം. Instead he fixed his gaze at the point just below the cobra's foot. അതായത് പാമ്പിന്റെ പത്തിക്ക് താഴെ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് നോക്കിയുള്ളൂ. And opened the attack. എന്നിട്ട് ചെറിയ ആക്രമണം അങ്ങ് തുടർന്നു. മൂവിങ് ഫോർവേഡ് ക്വിക്കിലി, മുന്നോട്ട് മെല്ലെ നീങ്ങി, പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. എന്നിട്ടോ until he was just within cobra's reach. പാമ്പിന്റെ എന്താണ് പാമ്പിനെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിന് തൊട്ടടുത്തെത്തി കേട്ടോ. ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. പാമ്പിന് വേണമെങ്കിൽ നമ്മുടെ കീരിയെ പിടിക്കാം. ആ ഒരു എന്താണ് സ്പേസ് ഡിസ്റ്റൻസിൽ വന്നു രണ്ടുപേരും. ഹി മേഡ് എ ഫൈൻഡ് ടു വൺ സൈഡ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ആക്രമണമാണ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫൈൻഡ് an attack aimed to one place or point merely a distraction. അതായത് ശത്രുവിനെ